ഓക്കെ, സോ നമ്മളിപ്പോ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓൺ പേജ് SEO ചെക്ക് ലിസ്റ്റ് ആണ്. സോ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യാൻ. അറൌണ്ട് ഒരു 17 ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ട് നമുക്ക് ഈ ഓൺ പേജിനകത്ത് കവർ ചെയ്യേണ്ടത്. ഓരോന്നോരോന്ന് നമ്മൾ 1 by 1 നോക്കാം. അതേ ടൈമിൽ നമുക്ക് സൈറ്റിനകത്ത് ഇത് 1 by 1 ചെയ്തുകൊണ്ടും പോവാം. സോ ദാറ്റ് നമുക്ക് ഈസിലി അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് നമുക്കിത് അറിയാൻ പറ്റും. ഓക്കെ, സോ ഈ ഓൺ പേജിന്റെ ഒരു ജസ്റ്റ് ഒരു ക്യാരക്ടർ പറയുന്നതിന് മുമ്പേ ജസ്റ്റ് ഓൺ പേജ് എന്താണെന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് ചെയ്യാം. സോ ലെറ്റ് മീ ടേക്ക് മൈ പെൻ ആൻഡ് ഡ്രോ ഇറ്റ്. നമുക്കിപ്പം ഇഫ് യു റിമെമ്പർ നമ്മളിപ്പോ സെർച്ച് എഞ്ചിൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൗ സെർച്ച് എഞ്ചിൻ വർക്ക് എന്ന് പറഞ്ഞാൽ ദർ ഇസ് 3 സ്റ്റെപ്സ് ആണ് സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് എന്ന് പറയുന്നത് നമ്മൾ ക്രോളിംഗ് ആണ്. സോ ക്രോളിംഗ് ചെയ്യുന്നതാണ് സെർച്ച് എഞ്ചിൻ, അത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ക്രോളിംഗ് ബേസിക്കലി നമുക്ക് ഗൂഗിളിന് നമ്മുടെ സൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. എങ്ങനെ നമുക്ക് ഗൂഗിളിന് എത്ര വൃത്തിക്ക് നമ്മുടെ വെബ്സൈറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും, അതാണ് ഈ ക്രോളിംഗ്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും HTML സൈറ്റ് ഇസ് ദ ബെസ്റ്റ് സൈറ്റ് ഫോർ ഗൂഗിളിനകത്ത് ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി HTML സൈറ്റ് ഉണ്ടെങ്കിൽ, ബിക്കോസ് അതിനകത്ത് വേറെ ഒന്നും കാണത്തില്ല. പ്യൂർ എന്ന് പറയുന്ന HTML ആയിരിക്കും, ഭയങ്കര ക്ലീൻ കോഡ്സ് ആയിരിക്കും. ഗൂഗിൾ നല്ലോണം മനസ്സിലാവും. സോ ഇപ്പം ക്രോളിംഗിന്റെ ഫസ്റ്റ് റിക്വയർമെന്റ് എന്താണ്? വെബ്സൈറ്റ് ഗൂഗിളിന് നിങ്ങളുടെ വെബ്സൈറ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റിക്വയർമെന്റ്. വൺസ് ക്രോളിംഗ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻസ് വരുന്നത് ഇൻഡെക്സിംഗ് ആണ്. ഇൻഡെക്സിംഗ് സെക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ വൺസ് വെബ്സൈറ്റ് ക്രോൾ ആയി കഴിഞ്ഞാൽ ആ ക്രോൾ ചെയ്ത പേജസിനെ എല്ലാം ഇൻഡെക്സ് ചെയ്യും. അവരൊരു ഫോൾഡറിനകത്ത് സേവ് ചെയ്യുന്ന പോലെയാണ് സെർച്ച് എഞ്ചിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഇൻഡെക്സിംഗ് പാർട്ട്. സോ ഇൻഡെക്സിംഗ് സെക്ഷൻ ആണ്. ഇനിയിപ്പോ നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്ന സെക്ഷൻസ് മൂന്നാമത്തെ ആണ് സെർച്ച് റിസൾട്ട്സ്. സോ ഫൈനൽസിനകത്ത് അവർ സെർച്ച് റിസൾട്ട്സ് ആണ് ഡെലിവർ ചെയ്യുന്നത്. സെർച്ച് എഞ്ചിൻ ഫസ്റ്റ് ക്രോൾ ചെയ്യും, പിന്നെ ഇൻഡെക്സ് ചെയ്യും, പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് സെർച്ച് റിസൾട്ട്സ് ആയിട്ട് അവർ റിസൾട്ട് കാണിക്കും. ഇതാണ് സെർച്ച് എഞ്ചിന്റെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. സോ നമ്മൾ ഓൺ പേജിനകത്ത് നമുക്ക് ഈ 2 പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ഓൺ പേജിനകത്ത് നമ്മൾ ക്രോളിംഗ് ആസ് വെൽ ആസ് ഇൻഡെക്സിംഗ് എങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റും, വാട്ട് ആർ ദ വേസ്, ലൈക്ക് നമുക്ക് ക്രോളിംഗ് കൂട്ടാം, അല്ലെങ്കിൽ പിന്നെ ക്രോളിംഗ് കുറച്ചും കൂടെ എന്താ പറയുന്നത് എഫേർട്ട്ലെസ് ആക്കാം ബോട്ട്സിന് വേണ്ടി. അതേ ടൈമിൽ എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇൻഡെക്സിംഗ് കൊടുക്കാൻ പറ്റും. സോ ഇൻഡെക്സിംഗ് ചെയ്യുമ്പോൾ ഒരു സാധനം മനസ്സിലാക്കണം, ഗൂഗിൾ വിൽ കൺസിഡർ സം പോയിന്റ്സ് ഉണ്ടായിരിക്കും. ലൈക്ക് ഇപ്പൊ നമ്മള് ഓരോ സ്പെഷ്യൽ പൊസിഷൻസ് ഉണ്ട്, ഈ സ്പെഷ്യൽ പോയിന്റ്സ് ആയിരിക്കും വേർ ഗൂഗിൾ ബോട്ട്സ് കം ആൻഡ് ലുക്ക് എന്താണ് ഈ പേജ്. ലൈക്ക് നമ്മുടെ URL, നമ്മുടെ ടൈറ്റിൽ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ H1, നമ്മുടെ H2, ഇതെല്ലാം പ്ലേസസ് ആണ് വേർ ഗൂഗിൾ ബോട്ട്സ് വന്നിട്ട് ആദ്യം നോക്കുന്ന എന്താണ്, ഇവർ ഏത് കീവേഡ്സിന് വേണ്ടിയാണ് ഇത് ഓപ്റ്റിമൈസ് ചെയ്യാൻ നോക്കുന്ന ഒരു സ്ഥലമാണ് ദീസ് പ്ലേസ്. സോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്രോളിംഗ് ആൻഡ് ഇൻഡെക്സിംഗ് ബോത്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മുടെ ഓൺ പേജിനകത്ത് നമ്മുടെ വെബ്സൈറ്റിനെ ഓപ്റ്റിമൈസ് ചെയ്യാൻ പോകുന്നത്. വേറെ സെർച്ച് റിസൾട്ട്സിനകത്ത് വരുന്ന നമ്മൾ പ്യൂർലി നമ്മൾ എന്തായാലും പറഞ്ഞായിരുന്നു ഓഫ് പേജ് SEO ആണ്. സോ ഓഫ് പേജ് SEOക്ക് വേണ്ടിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് നമ്മൾ ഓഫ് പേജ് SEO ലിങ്ക് ബിൽഡിംഗ് ആണ് നമ്മൾ സെർച്ച് റിസൾട്ട്സിനകത്തോട് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഫസ്റ്റ് സ്റ്റേജ് ക്രോളിംഗ് ആൻഡ് ഇൻഡെക്സിംഗ് ആണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു let's clear all drawing. Okay, so first ആണ് optimize your URL. Okay, so first ആണ് optimize your URL. So URL optimize ചെയ്യുമ്പോൾ കുറച്ച് പോയിന്റ്സ് ആണ് which we need to care about. Okay, first thing is keep your URL short and sweet. Basically short and sweet എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും URL വരുമ്പോൾ എപ്പോഴും ചെറുതാക്കി URL വെക്കുക. URL should be short and make it evergreen. രണ്ടാമത്തെ പോയിന്റ് evergreen ആണ്. Avoid numbers, years and URL. Just for example പറയുകയാണെങ്കിൽ ഇപ്പം ഷോർട്ട് ആക്കുന്ന ബേസിക്കലി ഇപ്പൊ ഒരു എന്താ പറയുന്ന URL ഉണ്ട്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാനൊരു URL ജസ്റ്റ് ഒന്ന് തുറക്കാം. സോ ലെറ്റ്സ് അവ്യൂ ഡിജിറ്റൽ തന്നെ എടുക്കാം. നമുക്ക് അവ്യൂ ഡിജിറ്റൽ ഒരു ബ്ലോഗ് എടുക്കാം. ബ്ലോഗ് എടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ബ്ലോഗിനകത്താണ് കുറച്ച് ലോങ് URL വരുന്നത്. ഇപ്പം 7 best course after 12th commerce for girl. ഓക്കെ, ഇത്ര വലിയ URL ആണ്. സോ ഇതിന്റെ 7 best course after 12th commerce for girl
ആ സെക്ഷനകത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബെസ്റ്റ് കോഴ്സ് ആഫ്റ്റർ 12th കോമേഴ്സ് ഫോർ ഗേൾ. ഇതിനകത്ത് നമ്മൾ ഈ നമ്പർ ആഡ് ചെയ്തില്ല, 7 എന്ന് പറഞ്ഞിട്ട് നമ്പർ ആഡ് ചെയ്യില്ല. അതെന്തിനാണ് ആഡ് ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ഇത് 7-നേക്കാളും 10 ബെസ്റ്റ് ആക്കണമെങ്കിലോ അല്ലെ പിന്നെ 20 ബെസ്റ്റ് ആക്കണമെങ്കിലോ 30 ബെസ്റ്റ് ആക്കണമെങ്കിലോ ആ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, അതിനകത്തോട്ട് അത് ആഡ് ചെയ്യാതിരുന്നതാണ്. സോ നമ്മുടെ URL ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്, ഇങ്ങനെയാണ്. ഇനിയിപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഇതിനകത്ത് കുറയ്ക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ലൈക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ബെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കളയായിരുന്നു. ലൈക്ക് ബെസ്റ്റിന്റെ ആവശ്യമില്ല. കോഴ്സ് ആഫ്റ്റർ 12th കോമേഴ്സ് ഫോർ ഗേൾ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദീസ് ആർ ദ പ്രീപൊസിഷൻസ് ആണ് ഗൂഗിൾ വോണ്ട് ഗോയിങ് ടു കൺസിഡർ. ബട്ട് ഇഫ് ഐ വാണ്ട് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, ലൈക്ക് കോമേഴ്സ് കോഴ്സ് ആഫ്റ്റർ 12th കോമേഴ്സ് ഫോർ ഗേൾ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ബട്ട് ഇതൊരു URL-നകത്ത് ഒരു വായിക്കുമ്പോൾ ഒരു സുഖം വരാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഫോർ ഗേൾസിന് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദ വേ. ബട്ട് ഇതിനകത്ത് ഞാൻ 2 സാധനങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. ഒന്ന് നമ്മുടെ നമ്പർ ആഡ് ചെയ്തിട്ടില്ല, വിച്ച് ഈസ് ലൈക്ക് 7th. ഇനി അടുത്തത് ഞാൻ 10th ആക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ 12th എഴുതും. അത് കഴിഞ്ഞിട്ട് ഞാൻ 15 ബെസ്റ്റ് കോഴ്സസ് ആഫ്റ്റർ 12th ഫോർ ഗേൾസ്. ആ റേഞ്ചിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഗേൾസ് ആണ് വരേണ്ടത്, ഇവിടെ ഗേളാണ് എഴുതിയത്. സോ ഓക്കെ, എനിവേസ്, സോ ദാറ്റ്സ് ദ ലൈക്ക് എങ്ങനെയാണ് നമ്മളിത് URL-നകത്ത് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ബ്ലോഗ് നോക്കാം. സോ ലെറ്റ്സ് 5 best digital marketing course in Vadagara. സോ ആ കീവേഡ് നോക്കാം നമുക്ക്, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ വടകര. സോ ഇതിനകത്ത് നമ്മൾ നമ്പർ 5 ഇട്ടിട്ടില്ല, ബിക്കോസ് വി മേ നീഡ് ടു ഇൻക്രീസ് ദ നമ്പർ 5-ന് നമ്മൾ മാറ്റിയിട്ട് നമുക്ക് ആകുമോ. ഇതിന് നമുക്ക് ബേസിക്കലി ബെസ്റ്റിന് ഇടണമെന്നും ഇല്ലായിരുന്നു, നമുക്ക് ഇങ്ങനെ പോവായിരുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ വടകര ഓർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് വടകര. സോ ഇങ്ങനെ നമുക്ക് കീവേഡ് കൊടുത്താൽ മതിയായിരുന്നു. സോ ദിസ് ഇസ് ലൈക്ക് കുറച്ചും കൂടെ എന്താ പറയുന്ന പ്രോപ്പർ കീവേഡ് ആയനെ. സോ ലൈക്ക് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് വടകരാന് മാത്രം കൊടുത്താൽ. സോ നമുക്ക് അത്ര ഓപ്റ്റിമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് ഇന്ന് വേണ്ട, ബെസ്റ്റ് വേണ്ട. ഇതിപ്പോ ഒരു പ്രോപ്പർ ആയിട്ട് ഇവർ ചെയ്തിട്ടില്ല. ഇത് എനിക്ക് റിക്കമെൻഡ് ചെയ്യേണ്ടതാണ്. URL ഷുഡ് ബി ഇത്ര ഷോർട്ട് ആയാൽ മതി. ഇതിനേക്കാൾ ഇനി ഷോർട്ട് എനിക്ക് ആക്കാൻ പറ്റത്തില്ല. സോ ദിസ് വിൽ ബി ലൈക്ക് എന്താ പറയുന്ന പ്രോപ്പർ URL ആയിരുന്നു. സോ ദ തിങ്സ് വാട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ്, നമ്മൾ ഷോർട്ട് ആവണം, ദെൻ എവർഗ്രീൻ ആവണം. 2 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഷോർട്ട് ആവണം, എവർഗ്രീൻ ആവണം. ഷോർട്ട് ആവുമ്പോൾ തന്നെ ഇത് നമ്മൾ ഫോക്കസ് ചെയ്യണം. ലൈക്ക് എന്താ പറയുന്നത്, നമ്മുടെ മെയിൻ കീവേഡ്സ് എന്തായാലും വന്നിരിക്കണം. പിന്നെ ഒരു സെന്റൻസ് വായിക്കാൻ കുറച്ച് രസമായിരിക്കണം. ലൈക്ക് ഫോർ ഗേളിനകത്ത് ഫോർ ഞാൻ ആഡ് ചെയ്തു, ബിക്കോസ് ഫോർ ഗേൾ ആഡ് ചെയ്യാതെ അത് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് വടകരനകത്ത് എനിക്ക് അതിന്റെ ആവശ്യം വന്നില്ല, ഇൻ വടകരാന് ഇടേണ്ട ആവശ്യം വന്നില്ല. സോ ദാറ്റ്സ് വൈ ഐ റിമൂവ് ഇറ്റ്. സോ ഫസ്റ്റ് ഈസ് ഷോർട്ട്, എവർഗ്രീൻ. അവോയ്ഡ് ചെയ്യുന്ന എന്താണ്, നമ്പർ ഞാൻ ഇട്ടില്ല, ഇയേഴ്സ് ഞാൻ ഇട്ടിട്ടില്ല, URL-നകത്ത് ഈ 2 സാധനങ്ങൾ ഞാൻ ഇട്ടിട്ടില്ല. ബിക്കോസ് എനിക്ക് ഇത് ഫ്യൂച്ചറിലും അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാനിവിടെ 5 ബെസ്റ്റ് കോഴ്സ് ഫോർ ഗേൾസ് 2022 ഇട്ട്, ഇനി 2023-ൽ എനിക്ക് ഈ ആർട്ടിക്കൽ ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിലോ 2024-ൽ ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിലോ, വൺസ് ഞാൻ URL-നകത്ത് ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ URL ഞാൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ ചെയ്ത എഫേർട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകും. ബിക്കോസ് ഗൂഗിളിന് URL-നകത്ത് ഒരു അക്ഷരം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുതിയ URL ആണ്. Okay, so anything if we change in URL, Google-ന് വേണ്ടി അത് completely new സാധനമാണ്. So that's why we should not change anything on Google URL. So URL ഒരു വട്ടം നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ URL ആയിരിക്കും നമ്മൾ എന്താ പറയുന്നത്, എത്ര കൊല്ലങ്ങൾ ആ URL കൊണ്ടുപോകാൻ പറ്റും അത്ര കൊല്ലങ്ങൾ നമ്മൾ കൊണ്ടുപോകും. That's why we call it evergreen. That is the first point. Second is keyword. Include your keyword. ടാർഗറ്റ് കീവേഡ്. ഏത് കീവേഡ് ആണ് നിങ്ങൾ റാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വാട്ട് ഈസ് യുവർ മേജർ കീവേഡ്. സോ ഇപ്പൊ നമ്മൾ എക്സാമ്പിളിനകത്ത് നോക്കിയത്, ഇതിനകത്ത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് വടകര. സോ ആ കീവേഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ആ സെയിം കീവേഡ് ട്രൈ ടു ബി ഇൻ ദ ഫ്രണ്ട്. ലൈക്ക് ഇപ്പം URL-നകത്ത് ഉണ്ടെങ്കിൽ മെയിൻ കീവേഡ്, ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആണ് മെയിൻ കീവേഡ്, അത് ഷുഡ് ബി ഇൻ ഫ്രണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ചിലർക്ക് എഴുതായിരുന്നു, വടകര കോഴ്സസ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ബെസ്റ്റ് കോഴ്സസ് ഇൻ വടകര ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ ഇന്ന് URL കൊടുക്കായിരുന്നു. ബട്ട് എന്റെ മെയിൻ സാധനം, എന്റെ മെയിൻ കീവേഡ് എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് വടകര ആണ്. സോ ഐ നീഡ് ടു ഫോക്കസ് ദാറ്റ് ഇൻ ദ ഫസ്റ്റ് സെഗ്മെന്റ്. സോ ദാറ്റ് ഈസ് ദ ടാർഗറ്റ് കീവേഡ്സ്. തേർഡ് ഈസ്, ഒരിക്കലും നമ്മൾ URL-നകത്ത് അണ്ടർസ്കോർ കൊടുക്കരുത്. അണ്ടർസ്കോർ ആക്ച്വലി എന്താ പറയുക, ഈ കോഡിംഗ് ഡെവലപ്മെന്റ് ചെയ്യുന്നവർ HTML കോഡെല്ലാം എഴുതുമ്പോൾ ഒരു സ്പേസ് ഇട്ട് പോകുന്ന സാധനമാണ്. ഓട്ടോമാറ്റിക്കലി അത് അണ്ടർസ്കോർ ആവുന്നതാണ്. സോ യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. അണ്ടർസ്കോർ ഇസ് നോട്ട് എന്താ പറയുന്ന ഒരു പ്രോപ്പർ വേ അല്ല. യു ഷുഡ് അവോയ്ഡ് അണ്ടർസ്കോർ. യു ഷുഡ് ഗിവ് ഹൈഫൻ. ഹൈഫൻ പറഞ്ഞാൽ നടുക്ക് നമ്മൾ ഒരു വര കൊടുത്തത് ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ കൊടുക്കാവുള്ളൂ. ലൈക്ക്
ഒരു ഹൈഫൻ വെച്ചിട്ട് നമ്മൾ എപ്പോഴും URL ഹൈഫൻ വെച്ചിട്ട് കൊടുക്കാൻ നോക്കുക. സോ ദീസ് ആർ ദ 3 മെയിൻ തിങ് ആണ് വിച്ച് യു നീഡ് ടു ഫോക്കസ് ഓൺ എന്താ പറയുന്നത് വെൻ റൈറ്റിംഗ് URL. സോ അണ്ടർസ്കോർ കൊടുക്കാൻ പറ്റരുത്, ചെയ്യരുത്, എനി സിംബൽസ് കൊടുക്കരുത്, ആൻഡ് സിംബൽ സൈൻ എന്തെങ്കിലും സൈൻ കൊടുക്കരുത്. സോ നമുക്ക് എന്താ യൂസ് ചെയ്യേണ്ടത്, ട്രൈ ടു യൂസ് ഹൈഫൻ യൂസ് ചെയ്യാൻ നോക്കുക. ദിസ് ഇസ് ദ ഹൈഫൻ which we wanted to use. So that's the നമ്മുടെ ഒരു URL ഒപ്റ്റിമൈസ് ചെയ്യുന്ന നമ്മൾ സെക്ഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് പോയിട്ട് URL ഒപ്റ്റിമൈസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ലെറ്റ് മീ ടേക്ക് യു ടു വെബ്സൈറ്റ്. സോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വെബ്സൈറ്റ് നമുക്ക് പിക്ക് ചെയ്യാം. പിക്ക് ദാറ്റ്. ദിസ് ഇസ് ദ ഡാഷ്ബോർഡ്. സോ ഇത് നമ്മുടെ ഡാഷ്ബോർഡ് ആണ്. സോ നമ്മൾ ഇഫ് യു റിമെമ്പർ നമ്മൾ SEOന് വേണ്ടി നമ്മൾ ഇന്നലെ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു, റാങ്ക് മാത്ത്. സോ നമ്മൾ റാങ്ക് മാത്ത് പ്ലഗിൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഓൾറെഡി യു ക്യാൻ സീ ദാറ്റ് ആ പ്ലഗിൻ ആയിരിക്കും നമ്മൾ SEOന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. സോ റാങ്ക് മാത്ത് SEO ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. സോ ഇനി നമ്മളൊരു പോസ്റ്റോ പേജോ എന്ത് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റ് പേജസ് കൈൻഡ് ഓഫ് സിമിലർ തിങ് ആണ്. ബാക്ക് എൻഡിനകത്ത് പോസ്റ്റ് ബ്ലോഗിന്റെ ഫോൾഡറിനകത്ത് പോകുന്നതാണ്, പേജ് വെബ്സൈറ്റിന്റെ ഡൊമൈനകത്ത് വരുന്ന സാധനമാണ്. സോ നമുക്ക് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പോസ്റ്റ് ബ്ലോഗ് പോസ്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത്. സോ ലെറ്റ്സ് ക്രിയേറ്റ് എ ബ്ലോഗ് പോസ്റ്റ്. നമ്മളിത് ഈ വെബ്സൈറ്റിനകത്താണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത്. ഇത് വെബ്സൈറ്റ് ആണ്. ഞാൻ ഒരു കണ്ടന്റ് ഫ്രഷ് ആയിട്ട് കണ്ടന്റ് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നത്, ആൻഡ് കൂടെ തന്നെ നമ്മളിപ്പം ഇവിടെ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ 1 by 1 നോക്കിക്കൊണ്ട് പോവാം. ഫസ്റ്റ് ഈസ് ഒപ്റ്റിമൈസ് യുവർ URL ആണ്. ഇപ്പൊ ഒരു കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യും. ഇതിപ്പോ ഒരു ബ്ലോഗിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സർവീസ് പേജിന്റെ എക്സാമ്പിൾ കൂടെ നോക്കാം. ഈ ഒരു ആർട്ടിക്കിൾ ആണ് ഞാനിപ്പോ പബ്ലിഷ് ചെയ്യാൻ നോക്കുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് വാട്ട് ഈസ് ദ 360 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്, എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ടു 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. അതാണ് ഈ പർട്ടിക്കുലർ ആർട്ടിക്കിളിന്റെ മെയിൻ H1 ലൈക്ക് ടൈറ്റിൽ ആണ്. ഓക്കെ, ആർട്ടിക്കിൾ ആണ്. സോ നമുക്ക് ഇതിന്റെ ഒരു URL ആണ് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റാങ്ക് മാത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ റാങ്ക് മാത്ത് യൂസ് ചെയ്യാം, യോസ്റ്റ് യൂസ് ചെയ്യാം, SEO മൾട്ടിപ്പിൾ നമ്മൾ ഇവിടെ പ്ലഗിൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിച്ച് വി ക്യാൻ യൂസ് ഫോർ ദിസ് പർട്ടിക്കുലർ സെക്ഷൻ. നമ്മൾ SEO ബേസിക് ചെക്ക് ലിസ്റ്റിനകത്ത് നമ്മൾ ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതേത് പ്ലഗിൻസ് നമുക്ക് യൂസ് ചെയ്യാം. റാങ്ക് മാത്ത് യൂസ് ചെയ്യാം, SEO പ്ലസ് യൂസ് ചെയ്യാം, ഓൾ ഇൻ വൺ SEO യൂസ് ചെയ്യാം, യോസ്റ്റ് യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ എക്സാമ്പിളിനകത്ത് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റാങ്ക് മാത്ത് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനിയിപ്പം ഫസ്റ്റ് ആണ് URL ഒപ്റ്റിമൈസേഷൻ. സോ URLനകത്ത് നമുക്ക് ഇവിടെ വന്നിട്ട് എഡിറ്റ് സ്നിപ്പെറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഓൺ ദ എഡിറ്റ് സ്നിപ്പെറ്റ്. ഇതിനകത്ത് ഈ പർമ ലിങ്ക് എന്ന് പറഞ്ഞ സെക്ഷൻ ആണ് നമ്മുടെ URL വരുന്നത്. സോ ഇവിടെ URL എന്താ വരേണ്ടത്, ദാറ്റ് URL വി ക്യാൻ ഗിവ്. സോ ഇത് നമ്മുടെ വരേണ്ടത് നമുക്ക് ഞാൻ പറഞ്ഞത് സ്വീറ്റ് ഷോർട്ട് മെയിൻ കീവേഡ് ആണ് വരേണ്ടത്. സോ ഇതിന്റെ മെയിൻ കീവേഡ് എന്താണ്, 369 ഹൈഫൻ മാനിഫെസ്റ്റേഷൻ. സോ ദിസ് ഇസ് ദ മെയിൻ കീവേഡ് ആണ്. സോ ഓക്കെ, സോ ബാക്കിയല്ല ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ്. സോ നമ്മുടെ മെയിൻ കീവേഡ് എന്തായിരിക്കും, 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്താണ്. ഓക്കെ, സോ നമ്മൾ എന്തായാലും ഷോർട്ട് URL ആണ് കൊടുക്കുന്നത്. സോ വാട്ട് എവർ വി ആർ ഗോയിങ് ടു ഗിവ് ഹിയർ അതായിരിക്കും നമ്മുടെ URL ആയിട്ട് മാറാൻ പോകുന്നത്. സോ ഇവിടെ ഞാനത് സേവ് ചെയ്യാം. സോ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ URL നമ്മൾ നോക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എഡിറ്റ് സ്നിപ്പെറ്റിനകത്ത് പോയാൽ 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് വന്ന് ഇതാണ് എന്റെ മെയിൻ കീവേഡ്. സോ ഇത് ഒരു ആർട്ടിക്കിൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് മുമ്പേ യു നീഡ് ടു ഓൾസോ ഫോക്കസ് ഓൺ ദ കീവേഡ് റിസർച്ച്. ഒരു കീവേഡ് റിസർച്ചും ചെയ്യണം. ഇപ്പൊ നമ്മൾ കീവേഡ് റിസർച്ച് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ആഡ്സ് പ്ലാനറിനകത്ത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. ads.google.com കീവേഡ് പ്ലാനർ എടുക്കാൻ വേണ്ടിയാണ്. സോ നമ്മളിവിടെ ഡിസ്കവർ ന്യൂ കീവേഡ്, നമ്മുടെ കീവേഡ് ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യാം. മാത്രം കോപ്പി ചെയ്താൽ മതി. ഞാൻ നോക്കുന്നത് ആർട്ടിക്കൽ എഴുതുന്നതിന് മുമ്പേ നമുക്ക് എന്തെന്ത് കീവേഡ്സിന് വേണ്ടി അത് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും അത് നോക്കാൻ വേണ്ടിയാണ്. സോ നൗ യു ക്യാൻ സീ ദാറ്റ് 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് 1K to 10K ആണ് സെർച്ച് വോള്യൂം ഉള്ളത്. സോ ഏറ്റവും കൂടുതൽ സെർച്ച് വോള്യൂം ഉള്ള അതാണ്. ബാക്കിയെല്ലാം ഇതിന്റെ റിലേറ്റഡ് ആണ്. ദെൻ ദേർ ഇസ് സംതിങ് നിക്കോളസ് ടെസ്ലാസ് 369 മെത്തേഡ്. ആ കീവേഡും കൂടെ വരുന്നുണ്ട്. ദർ ഇസ് സംതിങ് അത് റിലേറ്റഡ് ആണ്. ഇതിന്റെ ഒരു റിലേറ്റഡ് സെക്ഷൻ ആണ്. ടെസ്ല 369 ലോ ഓഫ് അട്രാക്ഷൻ. സോ ഇതിനകത്ത് നമ്മൾ ഒരു ടോപ്പ് സെർച്ചസ് നമ്മൾ എടുക്കാം. സോ എന്തെന്ത് ടോപ്പ് സെർച്ചസ് ആണ് വരുന്നത്. സോ എവറേജ് മന്ത്ലി സെർച്ച് ടോപ്പ് സെർച്ച് ആണ് 1K to 10K. മാനിഫെസ്റ്റേഷൻ മെത്തേഡ്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്, എക്സാമ്പിൾസ്, മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എക്സാമ്പിൾസ്.
ഇതെല്ലാം കുറച്ച് കീവേഡ്സ് ആണ് വിച്ച് വി നീഡ് ടു ഇൻക്ലൂഡ് ഇൻ അവർ സെക്ഷൻ. പിന്നെ നമുക്ക് നിക്കോളസ് ടെസ്ല എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. ആ സാധനം കൂടെ നമുക്ക് നമ്മുടെ ആർട്ടിക്കലിനകത്തോട്ട് ആഡ് ചെയ്യണം. സോ ലെറ്റ്സ് സീ ദാറ്റ് ആ സാധനം ഈ എഴുതിയ ആൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന്. അത് കീവേഡ്സ് ആണ്, ഇമ്പോർട്ടന്റ് കീവേഡ് സെക്ഷൻ ആണ്. കമാൻഡ് F, കമാൻഡ് V, ലെറ്റ്സ് സീ ദാറ്റ്. സോ ഞാനിത് നോക്കി, നിക്കോളസ് ടെസ്ല കണ്ടന്റിനകത്ത് ഇട്ടിട്ടില്ല എന്ന് തോന്നിയവര് നമ്മളിപ്പോ അതുകൊണ്ടാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. നിക്കോളസ് ടെസ്ല കണ്ടന്റിനകത്ത് ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യണം, നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യണം. ഇതിപ്പോ 0 ആണ് കാണിക്കുന്നത്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ടു 360 മെത്തേഡ് നിക്കോളസ് ടെസ്ല മെത്തേഡ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാം. നിക്കോള ടെസ്ല മെത്തേഡ്. ഇപ്പം നമ്മളിപ്പോ കമാൻഡ് F സെർച്ച് ചെയ്ത് നോക്കിയാൽ 1 ടൈം വന്നു. ഓക്കെ, ഇനി ഞാൻ ഉള്ളിലും ഇത് കേട്ടു. ബിക്കോസ് എന്തിനാണ് ഞാൻ ഇത് കേട്ടുന്നത് പറഞ്ഞാൽ, ഞാൻ when I did keyword research I found നിക്കോളസ് ടെസ്ല മെത്തേഡ് 369 മെത്തേഡ് പിന്നെ ഓൾറെഡി നമ്മുടെ അതിനകത്തുണ്ട്. പിന്നെ കുറച്ച് എനിക്ക് എക്സാമ്പിൾസ് വേണം. സോ ഐ വിൽ സീ ദാറ്റ് എക്സാമ്പിൾസ് ഉണ്ടോ. ബിക്കോസ് 1K to 10K സെർച്ച് വന്നിട്ടുണ്ട്. സോ ഐ വിൽ കം ഹിയർ ആൻഡ് ലുക്ക് ഫോർ ആർട്ടിക്കലിനകത്ത് എക്സാമ്പിൾ അവർ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കും. സോ അഗെയിൻ എക്സാമ്പിൾ ഇവർ ചെയ്തിട്ടില്ല. സോ ഐ വിൽ ബി ലൈക്ക് ആഡിങ് 1 ഹെഡ്ലൈൻ ലൈക്ക് എന്താ പറയുക 365 മെത്തേഡ്സ് എക്സാമ്പിൾസ്. ഒരു 2-3 എക്സാമ്പിൾസും കൂടെ ഞാൻ ആ കീവേഡ് H2നകത്തായിരിക്കും ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഐ വിൽ ബി ലൈക്ക് 365 മെത്തേഡ്സ്. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും, ഞാൻ ലാസ്റ്റിലായിരിക്കും ആഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇമ്പോർട്ടന്റ് നോട്ട്സ് കഴിഞ്ഞിട്ട് സംതിങ് ഓക്കെ, ലാസ്റ്റിലായിരിക്കും ഞാൻ ഇത് ആഡ് ചെയ്യാൻ പോകുന്നത്. 365 മെത്തേഡ് എക്സാമ്പിൾസ് അത് എന്റെ കണ്ടന്റിനകത്ത് വരേണ്ടതാണ്. സോ നമ്മുടെ ഈ കണ്ടന്റിനകത്ത് ഇതിപ്പം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് H2 ആക്കണം. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി സബ് ഹെഡിങ് H2 ആയിരിക്കും. ഇനി അത് ഞാൻ മെത്തേഡ് ഒരു എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2, എക്സാമ്പിൾ 3 ഞാൻ കുറച്ച് എക്സാമ്പിൾസും കൂടെ എഴുതും. ആ കീവേഡ്സ് എല്ലാം എനിക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്, എന്റെ മെയിൻ കീവേഡ് പ്ലാനറിനകത്ത് മെയിൻ കീവേഡ്സിന്റെ റിലേറ്റഡ് ആയിട്ട് കീവേഡ്സ് ആണ്. ഇത്ര കീവേഡ്സിന് വേണ്ടി ആയിരിക്കും നിക്കോളസ് ടെസ്ല വന്ന്, മാനിഫെസ്റ്റേഷൻ മെത്തേഡ് വന്ന്, ഇനി ലോ ഓഫ് അട്രാക്ഷൻ വരുന്നുണ്ട്. സോ is there something law of attraction related എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ ഇല്ലെന്നും കൂടെ നമുക്ക് നോക്കാം. ആ കീവേഡ് ഉണ്ടോ ഇല്ലേന്ന്. സോ ലോ ഓഫ് അട്രാക്ഷൻ ഇതിനകത്തൊന്നും ഇല്ല, ലോ ഓഫ് അട്രാക്ഷനും ഇല്ല. സോ ലെറ്റ്സ് ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്, 5 ടൈംസ് റിപ്പീറ്റഡ് ആണ്. സോ അതുകൊണ്ട് ഞാനിപ്പോ ഇതിനകത്തൊന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, ഓൾറെഡി ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് ഞാൻ കുറച്ചൊരു കീവേഡ്സിന്റെ ഐഡിയ എടുത്തിട്ട് ഒരു ടോപ്പ് ട്രാഫിക് ഉള്ള കീവേഡ്സിനാണ് ഇതെല്ലാം നോക്കിയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ഓക്കെ ഇത് ഒരുവിധം ഓക്കെ ആണ്. ദെൻ സംതിങ് PDF, എനിക്ക് PDF കാണുന്നുണ്ട് 365 മെഡിറ്റേഷൻ മെത്തേഡ് PDF. ആളുകൾ PDF സെർച്ച് ചെയ്യുന്നുണ്ട്. സോ ഐ ക്യാൻ ക്രിയേറ്റ് 1 ലാസ്റ്റിനകത്ത് ഒരു കുറച്ച് FAQs ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഒരു ആർട്ടിക്കൽ എഴുതി കഴിഞ്ഞിട്ട് ഐ വിൽ ക്രിയേറ്റ് സം FAQs. where should I download 365 meditation method PDF. Okay, so something ഞാൻ ആ ഫോമിനകത്തായിരിക്കും ഞാൻ എഴുതുന്നത്. സോ ഇത് നോർമൽ ടെക്സ്റ്റ്, ഇതെന്റെ FAQയുടെ ക്വസ്റ്റ്യൻ 1 ആണ്. സോ അത് ഈ കീവേഡ് ഞാൻ റാങ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ചിലപ്പോൾ ഞാൻ ഈ ആർട്ടിക്കൽ തന്നെ എന്റെ PDF ആക്കിയിട്ട് കൊടുക്കും, അല്ലെ പിന്നെ ഐ വിൽ കണക്ട് വിത്ത് സംവെയർ എൽസ്. സോ വാട്ട് മൈ ലോജിക് ഈസ്, എനിക്ക് ഈ കീവേഡിന് വേണ്ടി റാങ്ക് ചെയ്യണം. 365 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് PDF ആ കീവേഡും കൂടെ എനിക്ക് റാങ്ക് ചെയ്യണം. ക്ലിയർ ആവുന്നില്ല? ഞാൻ ഈ കണ്ടന്റ് ഓപ്റ്റിമൈസ് ചെയ്യാണ് എന്റെ കീവേഡ് വെച്ചിട്ട്, ആ കീവേഡ് എന്റെ ഇതിനകത്തോട്ട് ഉണ്ടാവണം. സോ ഇപ്പൊ നമ്മള് ഇതാണ് ഞാൻ എന്റെ കീവേഡ് ഇപ്പം വന്നത്. ഇപ്പൊ ഞാൻ എന്റെ നമ്മുടെ ആർട്ടിക്കലിനകത്തോട്ട് തിരിച്ചു വരാം. നമ്മൾ എന്താ URL ആണ് ഓപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് സെക്ഷൻ നമ്മൾ URL നോക്കി. സോ ഈ URL ഓപ്റ്റിമൈസേഷൻ ചെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ട പരിപാടിയാണ് കീവേഡ് റിസർച്ച്. ഒരു ആർട്ടിക്കൽ എഴുതുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഒരു പേജ് ഓപ്റ്റിമൈസ് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, കീവേഡ് റിസർച്ച് ആണ്. സോ കീവേഡ് റിസർച്ചിന്റെ പുറത്തായിരിക്കും നമ്മൾ ഈ കണ്ടന്റ് എഴുതിക്കുക. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കണ്ട ഒരുപാട് സാധനം മിസ്സിംഗ് ആണ്. അതെല്ലാം നമ്മൾ പിന്നെ ഇപ്പൊ ഒരു കണ്ടന്റ് റൈറ്റർ, ഇതെല്ലാം കണ്ടന്റ് റൈറ്റേഴ്സ് എഴുതുന്നതാണ്, നമ്മൾ എഴുതുന്നതല്ല. സോ നമ്മൾ കണ്ടന്റ് റൈറ്ററിന് ഒരു ടോപ്പിക് കൊടുക്കും, അവർക്ക് മനസ്സിൽ തോന്നുന്ന അവരെ ഒരു എഴുതും. നമ്മളൊരു എന്താ പറയുന്നത്, കുറച്ച് അവർക്ക് ഐഡിയാസും കൊടുക്കും. ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇവിടെ there should be കണ്ടോ ടെസ്ല വന്നിട്ടുണ്ട്, നിക്കോളസ് ടെസ്ല വരാത്തോണ്ടാണ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കാണാതിരുന്നത്. ഇവിടെ ടെസ്ലാന് മാത്രം വരുന്നുണ്ട് കണ്ടന്റിനകത്ത്. സോ നിക്കോളസ് ടെസ്ലാനാണ് വരേണ്ടത്. നിക്കോള ടെസ്ല വരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ആ സെർച്ച് ചെയ്തപ്പോൾ കാണാതിരുന്നത്. സോ
So Nikola Tesla, between Nikola Tesla and 365 techniques of manifestation. Okay, so ഇനിയിപ്പോ നമ്മൾ URL ഒപ്റ്റിമൈസ് ചെയ്ത് ബേസിക്കലി നമ്മൾ പറഞ്ഞ മനസ്സിലായി കാണും. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഒരു ആർട്ടിക്കലോ അല്ലെങ്കിൽ ഒരു വെബ് പേജോ ഒരു കണ്ടന്റ് എന്ത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ ഓപ്റ്റിമൈസ് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് ആണ് കീവേഡ് റിസർച്ച്. കീവേഡ് റിസർച്ചിന്റെ പുറത്ത് നമ്മൾ കണ്ടന്റ് എഴുതി, കണ്ടന്റിനകത്ത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ എല്ലാ ഇമ്പോർട്ടന്റ് കീവേഡ് ഇൻക്ലൂഡഡ് ആയിരിക്കണം. ആൻഡ് ഓരോ പ്ലേസസ് നമ്മളിപ്പോൾ പോകുന്നതനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഏതേത് പ്ലേസസിനകത്താണ് ഓപ്റ്റിമൈസ് ആവേണ്ടത്. സോ ഒരുവിധം നമ്മൾ കണ്ടന്റിനകത്ത് എല്ലാം വന്ന് ഫസ്റ്റ് നമ്മൾ URL ഓപ്റ്റിമൈസേഷനകത്ത് വന്ന് URL ഓപ്റ്റിമൈസേഷനകത്ത് നമ്മൾ ഫസ്റ്റ് എഡിറ്റ് സ്നിപ്പെറ്റിനകത്ത് വന്നിട്ട് നമ്മുടെ മെയിൻ ഫോക്കസ് നമ്മുടെ 365 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ബിക്കോസ് എന്തിനാണ് ഈ കീവേഡ് ടാർഗറ്റ് ചെയ്യുന്നത്? വൈ ഷുഡ് നോട്ട് ഐ വെന്റ് ഫോർ ദ നിക്കോളസ് ടെസ്ല മെത്തേഡ്? ബിക്കോസ് ഈ കീവേഡിനകത്താണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് വരുന്നത്. മാനിഫെസ്റ്റേഷൻ മെത്തേഡ് 1K to 10K ട്രാഫിക് വരുന്നത്. വേറാസ് നമ്മളിപ്പം നിക്കോളസ് ടെസ്ല 365 100K to 1K മാത്രമേ ഉള്ളൂ. സോ ഒബ്വിയസ്ലി ഏറ്റവും കൂടുതൽ ട്രാഫിക് വരുന്ന കീവേഡിന് പുറമെ ആയിരിക്കും നമ്മൾ കണ്ടന്റ് ഓപ്റ്റിമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പർട്ടിക്കുലർ കീവേഡിന്റെ പുറത്താണ് നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് 1K to 10K ഉണ്ട്. ടെക്നിക്സ് ഉണ്ട്. there is another keyword techniques which is like year on year change 900% ചേഞ്ച് വന്നിട്ടുണ്ട്. സോ എന്റെ കണ്ടന്റിനകത്ത് ടെക്നിക്സ് ഉണ്ടോ എന്ന് കൂടെ ഞാൻ നോക്കും. ഇല്ലെങ്കിൽ ഞാൻ ടെക്നിക്സ് ആഡ് ചെയ്യും. See that techniques ഉണ്ട്. So many techniques ഉണ്ട്. So method ഒരുപാട് അടുത്ത് മെത്തേഡ് വരുന്നുണ്ട്. സോ മാനിഫെസ്റ്റേഷൻ 3 ടെക്നിക്സ് ഞാൻ ആഡ് ചെയ്തു. ആ മെത്തേഡിൽ തന്നെയാണല്ലോ ടെക്നിക്സ് പറയുന്നത്. ഇപ്പൊ ഓൾറെഡി ഇവിടെ ഒരു വട്ടം മെത്തേഡ് വന്നിട്ടുണ്ട്. ഇനി ഒരു വട്ടം കൂടെ മെത്തേഡ് ഇവിടെ എഴുതണമെന്ന് ആവശ്യമില്ല. സോ ഞാൻ എന്താ ചെയ്ത ടെക്നിക്സ് ആഡ് ചെയ്തു. A step by guide to 365 manifestation techniques. ബിക്കോസ് ഞാനിപ്പോ എന്താ കണ്ടത്, ഇവിടെ ടെക്നിക്സിന് 1K to 10K സെർച്ച് ഉണ്ട്. പിന്നെ ഇയർ ഓൺ ഇയർ ചേഞ്ച് 900% ഗ്രോത്ത് ഉണ്ട്. സോ ആ കീവേഡ് എനിക്കൊരു ഇമ്പോർട്ടന്റ് കീവേഡ് ആണ്. സോ ഐ ട്രൈ ടു ഇൻക്ലൂഡ് ഇൻ മൈ H1. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഇവിടെ തിരിച്ചു വരാം. നമ്മുടെ URL നമ്മളിപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് URL ഓപ്റ്റിമൈസ് ചെയ്ത് വെരി സിമ്പിൾ ആയിരുന്നു. URL നമ്മുടെ മെയിൻ എന്താണ് URL, ആ URL ഞാൻ ഓപ്റ്റിമൈസ് ചെയ്ത 365 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യാം. ഈ ആർട്ടിക്കൽ ഇപ്പോഴത്തേക്ക് പബ്ലിഷ് ചെയ്യാണ്. ലെറ്റ്സ് പബ്ലിഷ്. ബിക്കോസ് URL ഒരു വട്ടം റെഡി ആയി കഴിഞ്ഞാൽ നമുക്കത് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് URL ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ബിക്കോസ് അതാണ് എവർഗ്രീൻ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഉള്ളിലുള്ള സാധനം എത്ര വട്ടം വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. ബട്ട് മെയിൻ തിങ് ആണ് URL യു ഷുഡ് നോട്ട് ചേഞ്ച് ഫ്രീക്വന്റ്ലി. ഇന്ന് ഇതാണ്, അടുത്ത ദിവസം ഇതാണ്, അടുത്ത ദിവസം ഇതാണ്. URL അങ്ങനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് നീഡ് ടു ബി വെരി ഫോക്കസ് ഓൺ സിംഗിൾ URL. സോ ഇപ്പൊ നമ്മുടെ URL പേസ്റ്റ് ആയി, ഇത് കണ്ടന്റ് റെഡി ആയി. ഇനി നമുക്ക് വ്യൂ പോസ്റ്റ് നോക്കാം. സോ how it's look like just 365 manifestation method. അതാണ് നമ്മുടെ കീവേഡ് വന്നേക്കുന്ന ടെക്നിക്സ്. ഇതെല്ലാം ഇതിനകത്ത് വന്നു. ഇനിയിപ്പോ ഇത് നമുക്ക് മൊത്തം ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് 1 by 1 ചെയ്യാം. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് നമ്മൾ ഡൺ ചെയ്തത് ഓൺ ഓപ്റ്റിമൈസിങ് യുവർ URL. ഓക്കെ, ഇനിയിപ്പോ സെക്കൻഡ് തിങ്, ഓപ്റ്റിമൈസ് യുവർ ടൈറ്റിൽ ടാഗ്. ഈ ടൈറ്റിൽ ടാഗ് എന്ന് പറഞ്ഞാൽ ഈ ഗൂഗിളിനകത്ത് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ, ലൈക്ക് ഇപ്പം ഞാൻ ഗൂഗിളിനകത്ത് എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇത് തന്നെ സെർച്ച് ചെയ്യാം. 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്, ടെക്നിക്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ ഞാൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഗൂഗിളിനകത്ത് വരുന്ന സെർച്ച് ഇതിപ്പം ഇതാണ് ടൈറ്റിൽ. ഇതിനെയാണ് മെറ്റാ ടൈറ്റിൽ എന്ന് നമ്മൾ പറയുന്നത്. ഇതിനെയാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ റിസൾട്ട്സിനെയാണ് നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇത് ബ്ലാക്ക് അതായിരുന്നു. നമ്മൾ വേറെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ ടെക്നിക്സ് ഫോർ 369 മാനിഫെസ്റ്റേഷൻ. സോ അത് ബ്ലാക്ക് തീം ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോ വൈറ്റ് തീമിനകത്തോട്ട് വന്നത്. നൗ യു ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് യുവർ ടൈറ്റിൽ ആൻഡ് ദിസ് ഈസ് യുവർ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ദിസ് ഈസ് മൈ URL. ഈ 3 സെക്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് വരാൻ പോകുന്നത്. സോ ദിസ് ഈസ് ദ എന്താ പറയുക ഓപ്റ്റിമൈസ് ചെയ്യാൻ പോകുന്നത്. സോ നൗ ഇത് നമുക്കറിയാം, ഗൂഗിളിനകത്ത് ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഇത് വായിച്ചിട്ടാണ് ആളുകൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഇൻ ദാറ്റ് സിനാരിയോ നമുക്കിത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് സെഗ്മെന്റ് ആണ്. സോ നൗ ലെറ്റ്സ് കം ബാക്ക് ടു നമ്മുടെ ആർട്ടിക്കലിനകത്ത് നമുക്ക് തിരിച്ചു വരാം. സോ ലെറ്റ്സ് ഓപ്റ്റിമൈസ് ഇറ്റ്. ഇനിയിപ്പോ നമുക്ക് ടൈറ്റിലാണ് ഓപ്റ്റിമൈസ് ചെയ്യേണ്ടത്. ടൈറ്റിൽ ഓപ്റ്റിമൈസേഷൻ ചെയ്യാൻ അഗെയിൻ എഡിറ്റ് സ്നിപ്പെറ്റിനകത്തോട്ട് വരിക. ഇതാണ് ടൈറ്റിൽ ടാഗ്. സോ ബൈ ഡിഫോൾട്ട് ടൈറ്റിൽ എന്താണ്, ടൈറ്റിൽ സെപ്പറേഷൻ സൈറ്റ് നെയിം എല്ലാം വന്നേക്കുന്നത്. അതാണ് നമുക്ക് ഇവിടെ മുകളിൽ കാണുന്നത്. വാട്ട് ഈസ് 365 മെത്തേഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ്. സോ നമുക്കിത് ഓപ്റ്റിമൈസ് ചെയ്യേണ്ടതാണ്. സോ ഐ വിൽ കോപ്പി ദിസ് കണ്ടന്റ്. എനിക്ക് ഇത് ഇവിടുന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നത്. എഡിറ്റ് സ്നിപ്പെറ്റിനകത്ത് വരും.
സോ നമുക്കിതറിയാം നമ്മുടെ മെയിൻ കീവേഡ്സ് എന്താണ് നമുക്ക് കണ്ടിട്ടുണ്ട്. സോ ആ കീവേഡ്സ് ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഐ വിൽ ബി ഗോയിങ് ഫോർ 365 method, a step-by-step guide to 369 manifestation techniques. So നമുക്ക് ഇവിടെ ഈ ടൈറ്റിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാല് നമുക്ക് 60 ക്യാരക്ടേഴ്സിന്റെ മാത്രമുള്ള ലിമിറ്റേഷൻ. നമുക്ക് ഇത്ര മാത്രമേ ടൈറ്റിൽ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പം റിസൾട്ട്സിലെല്ലാം കണ്ടപ്പം ഈ ഒരു ലിമിറ്റേഷൻ, ഇത്ര സ്പേസ് മാത്രമേ ഉള്ളൂ നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ പറ്റുന്നത്. ഇവിടെ ടൈറ്റിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഡോട്ട് 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 എന്ന് വരും. സോ നമുക്ക് ആ ഡോട്ട് 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 റേഞ്ചിനകത്ത് പോകാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു പ്രോപ്പർ ഇത് ഓപ്റ്റിമൈസേഷൻ ചെയ്യണം. So 365 manifestation method, a step-by-step guide to ഇനിയിപ്പോ ഇത് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 365 a step-by-step guide. So എനിക്കത് കിട്ടി. So I have just written like 369 manifestation method, a step-by-step guide and techniques. സോ ഞാനിത് കറക്റ്റ് 60 ക്യാരക്ടേഴ്സിനകത്ത് കൊണ്ടുവന്ന് ഇനിയിപ്പോ ഈ കീവേഡിനകത്ത് എന്തെന്ത് കീവേഡ്സ് ഇൻക്ലൂഡ് ആയിന്നാണ് ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത്. ഒന്ന് 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഒരു കീവേഡ്, 369 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് രണ്ട് കീവേഡ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഓൺ 365 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അതർ കീവേഡ്, പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഓൺ 365 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് അനദർ കീവേഡ്. ഈ ഒരു ആർട്ടിക്കലിനകത്ത് തന്നെ നമ്മൾ മേജർ ആയിട്ട് എല്ലാ കീവേഡും നമ്മൾ കവർ ചെയ്തു. ഓക്കെ, ആൻഡ് നൗ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുന്നത്, വായിക്കുന്നവർക്ക് വേണ്ടി സ്റ്റെപ്പ് ബൈ ഗൈഡ് ആണ് ആൻഡ് ടെക്നിക്സ്. സോ ഗൈഡും ഉണ്ട് ടെക്നിക്സും ഉണ്ട്. എന്താണ് അത് സംഭവം, പിന്നെ അതിന്റെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഒരു ടെക്നിക്സും കൂടെയാണ് ഈ ആർട്ടിക്കലിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ക്യാരക്ടർ കംപ്ലീറ്റ് ഫുൾ ആയി. 60 ക്യാരക്ടേഴ്സ് ആയിരുന്നു നമുക്കുള്ളത്. നമ്മൾ 60 ക്യാരക്ടേഴ്സിനകത്ത് പക്കയായിട്ട് യൂസ് ചെയ്ത്. ആൻഡ് ഇനിയിപ്പോ നമ്മൾ ടൈറ്റിലിനകത്ത് വരുവാണെങ്കിൽ നമുക്ക് ടൈറ്റിലിന്റെ കണ്ടീഷൻസ് നോക്കാം, എന്തെന്താ കാര്യങ്ങളാണ് വേണ്ടത്. ആഡ് യുവർ കീവേഡ് ടു യുവർ ടൈറ്റിൽ ടാഗ്. നമുക്ക് കീവേഡ് ടൈറ്റിൽ ടാഗിനകത്ത് ആഡ് ചെയ്യണം. എന്റെ കീവേഡ് എന്താണ്, 369 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. ദാറ്റ് ഇസ് മൈ മെയിൻ കീവേഡ്. ആ കീവേഡ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത്. സോ ദാറ്റ് ഇസ് ക്വാളിഫൈഡ്. ഓപ്റ്റിമൈസ് യുവർ ടൈറ്റിൽ ഫോർ ഓർഗാനിക് CTR യൂസിങ് മോഡിഫയർ ലൈക്ക് ടോപ്പ് ബെസ്റ്റ് etc. സോ നമ്മൾ ഇവിടെ എന്താ ഓപ്റ്റിമൈസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ്. എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഇങ്ങനത്തെ മോഡിഫയർ യൂസ് ചെയ്തേക്കുന്നത്. ബിക്കോസ് അതൊരു കീവേഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ഒരു ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. സ്റ്റെപ്പ് ബൈ ആണ്, ഗൈഡ് ആണ്. So that is CTR ന് വേണ്ടിയാണ്. Add your keyword at the start of your title tag. So നമ്മുടെ സ്റ്റാർട്ടിൽ തന്നെയാണ് ടൈറ്റിൽ ടാഗ്. നമ്മൾ കീവേഡ് വെച്ചിട്ട് തന്നെയാണ് ടൈറ്റിൽ ടാഗ് തുടങ്ങിയേക്കുന്നത്. So that is also qualified. Third, use up to 50 to 60 character or under 600 pixel. So again നമ്മൾ ഇത് 60 ക്യാരക്ടറിന്റെ ഉള്ളിൽ തന്നെയാണ് 580 പിക്സൽസ് ആണ് നമ്മൾ ഇത് എഴുതിയേക്കുന്നത്. അണ്ടർ 600 പിക്സൽസ് ആണ് എഴുതിയേക്കുന്നത്. ഇൻക്ലൂഡ് ബ്രാൻഡ് നെയിം ബേസ്ഡ് ഓൺ റിക്വയർമെന്റ്. ഇപ്പൊ നമുക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രാൻഡ് നെയിം ആഡ് ചെയ്യാം, ബട്ട് ഇപ്പോഴത്തേക്ക് സ്പേസ് ഇല്ല, അവൈലബിൾ ഇല്ല. സോ ഐ എം നോട്ട് ഗോയിങ് ടു പുട്ട് എ ബ്രാൻഡ് നെയിം. ആൻഡ് ദിസ് ഇസ് നോട്ട് എ ബിഗ് ബ്രാൻഡ്. ഇപ്പൊ ഏതെങ്കിലും വലിയ ബ്രാൻഡ് ആണെങ്കിൽ ഒരു ബ്രാൻഡ് നെയിം വെക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് ആളുകൾ ആ ബ്രാൻഡ് നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യും. ഇപ്പോഴത്തെ സിനാരിയോയിൽ സത്വ ഔട്ട്ഫിറ്റ്സിന് അങ്ങനെ ബ്രാൻഡ് നെയിം ഒന്നും ഇല്ല, വലിയ ഫേമസ് ബ്രാൻഡ് ഒന്നുമല്ല. ആളുകൾ അങ്ങനെ ലൈക്ക് സത്വ ഔട്ട്ഫിറ്റ്സ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഒന്നും സെർച്ച് ചെയ്യാൻ പോകുന്നില്ല. ക്ലിയർ ആവുന്നില്ലേ? ബട്ട് അതേ ടൈമിൽ ഇപ്പൊ ഒരു ബ്രാൻഡ് ആണെങ്കിൽ ആ ബ്രാൻഡ് ഞാൻ അവിടെ വെക്കാൻ നോക്കും. ബിക്കോസ് പീപ്പിൾ വിൽ സെർച്ച് ലൈക്ക് എന്താ പറയുന്നത്, ഇപ്പൊ സത്വ ഔട്ട്ഫിറ്റ്സ് ഒരു വലിയ ബ്രാൻഡ് ആണെങ്കിൽ പീപ്പിൾ വിൽ സെർച്ച് ലൈക്ക് സത്വ ഔട്ട്ഫിറ്റ്സ് 365 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. അങ്ങനെ കീവേഡ് സെർച്ച് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഐ വിൽ കണക്ട് ദാറ്റ് ഓൾസോ. സോ നമ്മുടെ ടൈറ്റിൽ ടാഗിനകത്ത് നമ്മൾ നോക്കി എന്തെന്ത് കാര്യങ്ങൾ. ആഡ് യുവർ കീവേഡ്സ്, ടൈറ്റിൽ ടാഗ് ഡൺ. ഓപ്റ്റിമൈസ് CTR, ടോപ്പ് ബെസ്റ്റ്. ഇവിടെ നമ്മൾ എന്താ ആഡ് ചെയ്തേക്കുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ്. That is the step by step. അതാണ് നമ്മുടെ ഒരു യൂണിക്നെസ് ആ പർട്ടിക്കുലർ ആർട്ടിക്കലിനകത്ത്. ആഡ് യുവർ കീവേഡ് ആറ്റ് ദ സ്റ്റാർട്ട് ഓഫ് യുവർ ടൈറ്റിൽ ടാഗ്. സ്റ്റാർട്ടിൽ തന്നെ നമ്മൾ ആഡ് ചെയ്ത്. ദെൻ അപ് ടു 50-60 ക്യാരക്ടേഴ്സ് ആണ്, അണ്ടർ 600 പിക്സൽ ആണ്, രണ്ടും ക്വാളിഫൈഡ് ആയി. ദെൻ ഇൻക്ലൂഡ് ബ്രാൻഡ് നെയിം. ഇതിനകത്ത് അത്ര റിക്വയർമെന്റ് ഇല്ലായിരുന്നു, ദാറ്റ്സ് വൈ ഐ ഹാവന്റ് ഇൻക്ലൂഡഡ് ബ്രാൻഡ് നെയിം. ഓക്കെ, ചില ആർട്ടിക്കലിനകത്ത് ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. ലൈക്ക് ഇതിപ്പോ നമുക്ക് കൺട്രി ആഡ് ചെയ്യാം, ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യാം. യു ക്യാൻ ആഡ് സംതിങ് ലൈക്ക് മന്ത് ഏതാണ്, ഇയർ ഏതാണ്, ഇത് ഏത് കൊല്ലത്തെ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കൽ ആണ്. യു ക്യാൻ പബ്ലിഷ് റൈറ്റ് ദീസ് ആണ്. ഇവിടെ ഇപ്പൊ നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇപ്പൊ സംതിങ് ലൈക്ക് നിങ്ങൾക്ക് ഒരു ഇയറിന്റെ ഒരു ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ അവിടുന്ന് ഇയർ ആഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ വൺ മെത്തേഡ് യു ക്യാൻ യൂസ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആണ്. സോ നൗ ലെറ്റ്സ് കം ബാക്ക് ടു ദ തേർഡ് പോയിന്റ്. നമ്മുടെ ടൈറ്റിൽ ടാഗ് കംപ്ലീറ്റ് ആയി.
fold node. In the third is optimize your meta description. So meta description, again, meta description എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന ഈ കണ്ടന്റ് ആണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഈ മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ദിസ് ഈസ് നോട്ട് ക്ലിക്കേബിൾ അല്ല. സോ ഇത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ട്രാഫിക് വരാൻ പോകുന്നൊന്നുമില്ല. ഇതിൽ ആളുകൾ വായിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. ദിസ് സെക്ഷൻ ഈസ് പീപ്പിൾ ആക്ച്വലി ഗോയിങ് ടു റീഡ്. ഈ ആർട്ടിക്കിളിനകത്ത് എന്താ ഉള്ളതിനാണ് ഇവർ നോക്കാൻ പോകുന്നത്. സോ ദ ബെസ്റ്റ് റീഡ് ചെയ്യാൻ പറ്റുന്ന എന്ത് സാധനം ഇതിനകത്ത് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ആളുകൾ ഇതിനെ റീഡ് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തുള്ളൂ. സോ ഇപ്പൊ എനിക്കൊരു ഇൻഫർമേഷൻ അറിയണം, എന്റെ മനസ്സിലാത്തോണ്ട് ഈ 6 മെത്തേഡ്സ് എന്താണ്, എല്ലാ മെത്തേഡ്സ് ഉണ്ടോ ഇല്ലേന്ന്, ആ മെത്തേഡ്സ് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന് അറിയണമെങ്കിൽ ഐ വിൽ റീഡ് ദിസ്. ഓക്കെ, ഈ മെത്തേഡ്സ് ആണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇത് മൊത്തം റീഡ് ചെയ്യാണ്. സോ ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ടു ഗിവ് എ ബ്രീഫ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് അവർ ഹോൾ ടോപ്പിക്. ഒരു സമ്മറി പോലെയാണ് നമ്മളിവിടെ ഈ ഡിസ്ക്രിപ്ഷൻ സെക്ഷൻ വഴി നമ്മൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. സോ അഗെയിൻ ഇതിനകത്ത് 2-3 സെക്ഷൻസ് ഉണ്ട്. ട്രൈ ടു ഹാവ് യുവർ കീവേഡ്. സോ നമ്മുടെ കീവേഡ് നമുക്ക് ഇതിനകത്തോട്ട് ട്രൈ ചെയ്യണം, ഉണ്ടാവാൻ ട്രൈ ചെയ്യണം. വൈ? ബിക്കോസ് വെനെവർ വി യൂസ് കീവേഡ്, സോ ലെറ്റ്സ്, നമ്മളിവിടെ കീവേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് മാനിഫെസ്റ്റേഷൻ മാത്രം ക്യാപിറ്റലിനകത്താണ്. ബിക്കോസ് നമ്മൾ സെർച്ച് ചെയ്ത കീവേഡിനകത്ത് ആ കീവേഡ് ഉണ്ടെങ്കിൽ, ഇപ്പൊ മാനിഫെസ്റ്റേഷനകത്ത് ആ കീവേഡിനകത്തുണ്ട്, ആ കണ്ടന്റിനകത്ത് ഇത് മാത്രം ഉള്ളത് കൊണ്ട് എന്താണ് ഈ സാധനം ബോൾഡ് ആയി കിടക്കുന്നുണ്ട്. വേറെ ഇവിടെ നോക്കിയാൽ 365 മെത്തേഡ്സ് ബോൾഡ് ആയി കിടക്കുന്നുണ്ട്. ഞാൻ വൈറ്റ് സ്ക്രീനിൽ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ വൃത്തിക്ക് തിരിയും. സോ ഇപ്പൊ ഇവിടെ കണ്ടോ, മാനിഫെസ്റ്റേഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ, അതുകൊണ്ട് അത് മാത്രമാണ്. ഇവിടെ 365 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് 3 ഉണ്ട്, അതുകൊണ്ട് അതെന്താണ് എല്ലാം ബോൾഡ് ആയിട്ട് കിടക്കുന്നത്. Okay, so now I need to add a meta description in my content so that അത് ബോൾഡ് ആയിട്ട് കാണിക്കണം. So let's നമുക്കത് ഓപ്റ്റിമൈസ് ചെയ്യാം. അഗൈൻ ഇതിന്റെ ക്രൈറ്റീരിയാസ് എന്താണ് ജസ്റ്റ് കവർ ചെയ്യാം. ഇൻക്ലൂഡ് കീവേഡ് ടു യുവർ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആൻഡ് മേക്ക് ഇറ്റ് കമ്പൈലിംഗ് ടു ഇൻക്രീസ് CTR. സോ CTR ഇൻക്രീസ് ചെയ്യുന്നതാണ്, ലൈക്ക് ഇൻഫർമേഷൻ കൊടുത്താൽ ആളുകൾ ക്ലിക്ക് ചെയ്യത്തുള്ളൂ. ഗിവ് ആൻ ഓവർവ്യൂ അബൌട്ട് യുവർ പേജ്, എന്താണ് കണ്ടന്റിനകത്ത് വരാൻ പോകുന്നത് അതിന്റെ ഒരു എന്താണ് ഐഡിയ കൊടുക്കുക. ദെൻ ദിസ് മച്ച് ക്യാരക്ടർ ലിമിറ്റ് ആണ് നമുക്ക് അതിന് ഒരു ഫോക്കസ് ചെയ്യേണ്ടത്. മോർ ദാൻ ദാറ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. സോ യു ക്യാൻ സീ ദാറ്റ് 160 characters ആണ്, 947 pixel to 920 pixel. So now we will write something like 369 manifestation. So 365 manifestation method for beginners. We have covered Nikola Tesla's 369 manifestation method with real life examples. Okay, so ഞാനൊരു ക്യാരക്ടർ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് 158 characters ആയിരുന്നു, നമുക്ക് 150 to 160 ആണ്. സോ ഐ ഫിനിഷ്ഡ് ഇറ്റ് 158. സോ ഞാൻ ബേസിക്കലി ഈ പർട്ടിക്കുലർ ഡിസ്ക്രിപ്ഷൻ എന്താണ് പറഞ്ഞാല്, ഇത് ഡയറക്റ്റ് റാങ്കിങ് ഫാക്ടർ അല്ല, ഗൂഗിൾ ഡയറക്റ്റ് ആയിട്ട് നോക്കുന്ന സ്ഥലമല്ല, ബട്ട് സ്റ്റിൽ യൂസേഴ്സിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. CTR, ക്ലിക്ക് ത്രൂ റേറ്റ്. CTR നമ്മൾ പറയുന്നത് ക്ലിക്ക് ത്രൂ റേറ്റ് ആണ്. സോ യൂസേഴ്സ് വായിച്ചിട്ട് അവർ ഇതിനകത്ത് നോക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടുമോ ഇല്ലേന്നാണ് അവർക്ക് അറിയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വൺ ഷോട്ടിനകത്ത് നമ്മളിവിടെ ഇതിനകത്ത് ട്രൈ ടു ഇൻക്ലൂഡ്, ഞാൻ എന്താ ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞാല് ഐ ട്രൈ ടു ഇൻക്ലൂഡ് 365 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്, വിച്ച് ഇസ് നമ്മുടെ മെയിൻ കീവേഡ് ആയിരുന്നു, ബിക്കോസ് ഐ വാണ്ടഡ് ഇറ്റ് ടു ബി ബോൾഡ്. ബിഗിനേഴ്സ് ഞാൻ എന്തിനാ ആഡ് ചെയ്തത്? ഒരു ബിഗിനേഴ്സ് നോക്കുവാണെങ്കിൽ എന്താണ്, ബിക്കോസ് നോർമലി 365 മെത്തേഡ്സ് നോക്കുന്ന ആളുകൾ ഒരു ബിഗിനേഴ്സ് ആയിരിക്കും. സോ ദാറ്റ്സ് വൈ ഐ കവർഡ് ബിഗിനേഴ്സ്. ദെൻ ഐ യൂസ് നിക്കോളസ് ടെസ്ല. ആ വേർഡ് ഞാൻ എന്തിനാ യൂസ് ചെയ്തത്? ചിലർ അതിന്റെ നിക്കോളസ് ടെസ്ലയുടെ പേരിലായിരിക്കും സെർച്ച് ചെയ്യുന്നത്. സോ നിക്കോളസ് ടെസ്ല 365 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഓർ 365 മെത്തേഡ്സിന് മാത്രം ഇട്ടാലും മതി. മാനിഫെസ്റ്റേഷൻ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ബട്ട് ഐ ഇൻക്ലൂഡഡ് ദാറ്റ് ഓൾസോ, മാനിഫെസ്റ്റേഷൻ മെത്തേഡ് വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾ. അനന്തർ നമ്മൾ എന്താ CTR പോയിന്റ് എന്താണ് പറഞ്ഞാലോ, ഇതിനകത്ത് റിയൽ ലൈഫ് എക്സാമ്പിളും തരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ അനന്തർ ക്ലിക്ക് ത്രൂ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ ഒരു thing ആണ്. That's what I am focusing on. Then last അത് ഞാൻ ഒരു call to action ആണ് കൊടുത്തിരുന്നത്. If you want to learn, read this today. If you wanted to change, ഇത് നോർമലി മാനിഫെസ്റ്റേഷൻ എല്ലാം കുറച്ചും കൂടെ ലൈഫിനകത്ത് നല്ല സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളെല്ലാം റീഡ് ചെയ്യുന്നതായിരിക്കും. സോ കുറച്ചും കൂടെ ഇങ്ങനത്തെ കണ്ടന്റ് കൊണ്ടാണ്. ഇഫ് യു വാണ്ട് ടു ചേഞ്ച് യുവർ ലൈഫ്, റീഡ് ദിസ് ടുഡേ. ഗോഡ് ഇസ് വിത്ത് യു, റീഡ് ദിസ് ടുഡേ. സോ സംതിങ് കൈൻഡ് ഓഫ് അങ്ങനത്തെ കണ്ടന്റ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു കീപ് ഇറ്റ് ലൈക്ക് അത്ര ഭയങ്കര aggressive ആയിട്ട് ഞാൻ പോകാൻ ഉദ്ദേശിച്ചില്ല. That's why I keep it. If you want to learn, read this today എന്ന് പറഞ്ഞാൽ ഞാൻ ഫിനിഷ് ചെയ്തോളൂ.
പിന്നെ നിങ്ങൾ ഒരു സാധനം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ദ തിങ്സ് ടൈറ്റിൽ ആയാലും ഡിസ്ക്രിപ്ഷൻ ആയാലും ഞാൻ മോസ്റ്റ് ഓഫ് ദ ലെറ്ററിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ് ട്രൈ ചെയ്തത്. ഓക്കെ, ദാറ്റ് ഈസ് ബേസിക്കലി ഇതൊരു സൈക്കോളജിക്കൽ ഫാക്ടർ ആണ്. ഇഫ് തിങ്സ് ഇൻ ഫസ്റ്റ് ലെറ്റർ ഇൻ ക്യാപിറ്റൽ ആണെങ്കിൽ ആളുകൾക്ക് റീഡ് ചെയ്യാൻ എളുപ്പമാണ്. ബിക്കോസ് പീപ്പിൾ ഡോണ്ട് റീഡ് വേർഡ് ബൈ വേർഡ് ഓർ സ്പെല്ലിംഗ് ബൈ സ്പെല്ലിംഗ് അല്ല ആളുകൾ റീഡ് ചെയ്യുന്നത്, ഫസ്റ്റ് ലാസ്റ്റ് കണക്ട് ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നത്. വെൻ യുവർ കണ്ടന്റ് ഈസ് ലൈക്ക് ഇൻ ദിസ് ഫോർമാറ്റ് ആളുകൾക്ക് റീഡ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. സോ ദാറ്റ്സ് വൈ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് വെൻ യു ഡു ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ വിച്ച് എവർ ദ കണ്ടന്റ് നിങ്ങൾ റീഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ എസ്പെഷ്യലി ഇവിടെ, അല്ലാതെ നമുക്ക് കണ്ടന്റിനകത്ത് ഇനി പോയിട്ട് എല്ലാ ലെറ്റർ ഫസ്റ്റ് ലെറ്റർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഇവിടെ സെക്ഷൻ ബിക്കോസ് ഇത് നമ്മുടെ ഒരു യൂണിക് പോയിന്റ് ആണ്, ബിക്കോസ് പീപ്പിൾ നീഡ് ടു റീഡ്, people need to understand that. That's why I have like put the 365 manifestation method for beginners. So beginners enki enda cheyanda capital. So beginners ഞാൻ capital ആക്കി. We have covered Nikola Tesla, ഞാൻ already covered methods. So ഇവിടെ നമുക്ക് methods already ഒരു വട്ടം വന്നതാണ്. So നമുക്ക് we can use techniques. Techniques ഞാൻ മാറ്റാൻ കാരണം പറഞ്ഞാൽ method ചിലവർ അതിന്റെ മനസ്സിൽ techniques ആയിരിക്കും അവിടെ. So that's why I changed this. So techniques with real life examples. If you want to learn, read this. സോ ഇതായിരുന്നു നമ്മുടെ റീഡ് ദിസ് മാത്രമേ വരുന്നുള്ളൂ, ബിക്കോസ് ആ കണ്ടന്റിനകത്ത് കട്ട് ആവുന്നുണ്ട് ഇത്ര സെക്ഷൻ നമ്മൾ ഇത്. സോ ഇത് ഇപ്പൊ കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, കട്ടായി പോകുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് ഒന്ന് രണ്ട് വേർഡ് ഇങ്ങോട്ട് അങ്ങോട്ട് കൂടിയാൽ അത് ഭയങ്കര വലിയ എന്താ പറയുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റി ഒന്നും അല്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓൺലി ലൈക്ക് ഡോട്ട് ആയി മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു സെൻസ് ഓഫ് റീഡിങ് അത് കിട്ടുന്നുണ്ട്. സോ ദാറ്റ്സ് ഐ ആം ജസ്റ്റ് പുട്ടിങ് ഇറ്റ് ലൈക്ക് ഈവൻ ദ വൺ വേർഡ് എക്സ്ട്രാ ആയിട്ടുണ്ട്. ഐ ക്യാൻ ചേഞ്ച് സംതിങ് ലൈക്ക് ബിഗിനേഴ്സ് അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിളിന് മാത്രമാക്കിയാൽ മതി. ഐ ക്യാൻ ഫിറ്റ്, അത് കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റ് ആയി. എക്സാമ്പിൾസിന്റെ സ്ഥലത്ത് റിയൽ ലൈഫ് എക്സാമ്പിളിനാക്കി. സോ മീനിങ് വലിയ വ്യത്യാസം വന്നിട്ടില്ല ആൻഡ് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ടാസ്ക് ഫിനിഷ് ആയി. സോ ഇതിപ്പോ നമ്മൾ 3 സാധനങ്ങൾ ഫിനിഷ് ചെയ്ത്. സോ ദിസ് ഇസ് ദ വേ ഹൗ വി, ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ആവും. യു ക്യാൻ സീ ദാറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താലും നമുക്കിപ്പം എഴുതിയ സാധനങ്ങളല്ല, എഡിറ്റ് സ്നിപ്പെറ്റിനകത്ത് 3 സാധനങ്ങളും പക്കയായിട്ട് ക്ലിയർ ആയി. ഇനി നമുക്ക് നമ്മുടെ ബുള്ളറ്റ് പോയിന്റ്സിനകത്ത് പോവാ. ഇൻക്ലൂഡ് കീവേഡ്സ് ഇൻ യുവർ മെറ്റാ ഡിസ്ക്രിപ്ഷൻ, മേക്ക് ഇറ്റ് കമ്പീലിംഗ് ടു ഇൻക്രീസ് CTR. അതാണ് കമ്പീലിംഗ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്പെഷ്യൽ കീവേഡ്സ് ഞാൻ അതിനകത്ത് ട്രൈ ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യാൻ. ഗിവ് ആൻ ഓവർവ്യൂ അബൌട്ട് നമ്മുടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ എന്താണ് അതിനെ ചെയ്തേക്കുന്നത്. ആൻഡ് ലിമിറ്റഡ് വിത്ത് ദ 50 to 60 ക്യാരക്ടേഴ്സ് നമ്മൾ അത് ക്യാരക്ടേഴ്സിനകത്ത് ലിമിറ്റ് ചെയ്ത്. സോ ദാറ്റ് ഈസ് ദ നമ്മുടെ തേർഡ് ഓപ്റ്റിമൈസേഷൻ ഫാക്ടർ ആയിട്ട്. ഇനി നമ്മുടെ ഫോർത്ത് ഓപ്റ്റിമൈസേഷൻ ആണ് H1 ടാഗ് ഓപ്റ്റിമൈസേഷൻ. H1 ടാഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ കണ്ടന്റിന്റെ ഫസ്റ്റ് ടൈറ്റിൽ വേർഡ്പ്രസിനകത്ത് വരുന്ന ഈ ഫസ്റ്റ് ടൈറ്റിൽ ആക്ച്വലി H1 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇത് ഇനി ഓപ്റ്റിമൈസേഷൻ ചെയ്യാം. സോ നൗ സി, ഇപ്പൊ ഓൾറെഡി ഞാൻ 365 മാനിഫെസ്റ്റേഷൻ മെത്തേഡിന് പറഞ്ഞിട്ട് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ പിന്നെ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്താല് എനിക്ക് എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും അവിടെ കിട്ടുന്നില്ല. സോ ഐ വോണ്ട് ബി ഗോയിങ് ടു ഓപ്റ്റിമൈസിങ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. അതേ ടൈമില് ഞാൻ എന്റെ അവിടെ ടൈറ്റിലിനകത്ത് എല്ലാം ഞാൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ആണ് ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. സോ ഐ വിൽ ഗോ വിത്ത് ദ നിക്കോളസ് ടെസ്ല ഇവിടെ. സോ ഐ വിൽ കോപ്പി ദിസ്. ഐ വിൽ step by step guide to 365. I'm just changing that. I mean already step by step guide അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് സെയിം സാധനം ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. That's why I'm just putting this. So what is 369 methods, manifestation method? Ultimate guide to the 365 Nikola Tesla techniques. So ഇതാണ് എന്റെ H1 ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. H1 ഫോക്കസ് ചെയ്തേക്കുന്നത്. Or else you can write it like something ഇങ്ങനെ ഇവിടെ എഴുതാം, like 365 methods and ultimate guide ഇങ്ങനെ കൊടുക്കാം. And ultimate guide to 365 Nikola's manifestation techniques. So ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ നമ്മൾ മെയിൻ കീവേഡ് തന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് 369 manifestation method and ultimate guide to 369 Nikola Tesla manifestation techniques. So again multiple keywords and same സാധനം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അവിടെ സെയിം സാധനമായിരുന്നു, ഇവിടെ സെയിം സാധനം മാറ്റിയിട്ടുണ്ട്. സോ ഈ റേഞ്ചിൽ ഞാനിത് ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ തിങ്. ഇത് ഇനി എന്താ ചെയ്യേണ്ടത്, അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. സോ ഞാനിത് അപ്ഡേറ്റ് ചെയ്ത്. സോ അഗൈൻ ലെറ്റ്സ് സീ ദാറ്റ് H1 എന്തെന്ത് കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻക്ലൂഡ് യുവർ കീവേഡ് ഇൻ യുവർ H1 ടാഗ്. സോ H1 ടാഗ്സിനകത്ത് എന്റെ കീവേഡ് വന്ന് മേക്ക് ഷുവർ ഓൺലി യൂസ് 1 H1 ടാഗ്. ഒരു കണ്ടന്റിനകത്ത് ഒരു H1 ടാഗ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ബേസിക്കലി എന്താന്ന് പറഞ്ഞാല് H1 എന്ന് പറഞ്ഞാൽ ഹെഡ് ടാഗ് ആണ്. ഹെഡ് ടാഗ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാഗ് ഓൺ യുവർ പേജ്.
ഇപ്പൊ നിങ്ങൾ മൾട്ടിപ്പിൾ ടാഗിനെ ഇമ്പോർട്ടന്റ് ആക്കി കഴിഞ്ഞാൽ ഗൂഗിൾ കൺഫ്യൂസ് ആവും. ഏതാണ് ഇമ്പോർട്ടന്റ് ഇവർക്ക്, ഏതാണ് ഇവർ നോക്കുന്നത്. ഇപ്പം എന്റെ അനുസരിച്ച് ഗൂഗിളിന് മനസ്സിലാവുന്ന 365 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്, നിക്കോളസ് ടെസ്ല, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്, ഇതെല്ലാം ഇയാളുടെ മെയിൻ കീവേഡ്സ്. സോ ദാറ്റ് ദേ വിൽ ഗിവ് എ പ്രിഫറൻസ് ടു ദോസ് കീവേഡ്. ദോസ് സെർച്ചിന് വേണ്ടി ഇതിനകത്ത് എനിക്ക് എന്താ ചെയ്യും, പ്രിഫറൻസ് കിട്ടും. ഓക്കെ, സോ ക്യാരക്ടർ ലിമിറ്റ് 15 to 60 ക്യാരക്ടർ. ഇതിന് വലിയ ക്യാരക്ടർ ലിമിറ്റ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ്സ് ആർട്ടിക്കലിന്റെ ഉള്ളിൽ വരുന്ന സാധനമാണ്. സോ ഇത് ഓൺലി പീപ്പിൾ ഇസ് ഗോയിങ് ടു സീ വെൻ ദേ ഓൾറെഡി ഇൻ യുവർ ബ്ലോഗ്. നിങ്ങളുടെ ബ്ലോഗിനകത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ അവർക്ക്. സോ ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇഫ് ഐ റിഫ്രഷ് ദിസ്, സോ നൗ ദിസ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. Okay, this way it will look like. If I give it 369 രണ്ട് വട്ടം റിപ്പീറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. So I will just change this. Guide to already 369 ഒരു വട്ടം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. So I just change it. So എനിക്ക് കുറച്ചും കൂടെ അത് വായിക്കാനൊരു സുഖം കിട്ടുന്നില്ലായിരുന്നു. So 369 manifestation method and ultimate guide to Nikola Tesla manifestation techniques. So now it's like more കുറച്ചും കൂടെ വൃത്തിക്കായിട്ടുണ്ട്, വായിക്കാൻ കുറച്ചും കൂടെ നമുക്കത് തോന്നുന്നുണ്ട്, രസം തോന്നുന്നുണ്ട്. സോ ദാറ്റ്സ് വേ ഐ ഒപ്റ്റിമൈസ് ഓൾ ദ കീവേഡ്സ്. ഇപ്പോഴും അതിനകത്ത് ആ എല്ലാ കീവേഡ്സ് ഇപ്പോഴും അതിനകത്ത് അവൈലബിൾ ആണ്. സോ ദാറ്റ് ഈസ് നമ്മുടെ എന്തായിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ H1 ടാഗ് ഓപ്റ്റിമൈസ് ചെയ്തത്. സോ നൗ H1 ടാഗ് കഴിഞ്ഞിട്ട് അടുത്ത ടാഗ്സ് വരുന്നത് H2 H3 ആണ്. സോ ദിസ് ഇസ് ദ അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ്. H1 കഴിഞ്ഞിട്ട് വരുന്നത് H2 and H3 ആണ്. സോ അത് നമ്മൾ കണ്ടന്റ് ഫ്രെയിമിംഗിനകത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ആർട്ടിക്കലിനകത്ത് H2 H3 ഇതിപ്പം what is connection between Nikola Tesla and 369 method manifestation method, it should be H2. So നമുക്ക് നോക്കണം, ഇതെല്ലാം നമുക്ക് ഒരു H1 മാത്രം പാടുള്ളൂ, ബാക്കിയുള്ള കീവേഡ്സ് എല്ലാം നമുക്ക് H2 ആയിട്ടാണ് മാറ്റേണ്ടത്. സോ ഇത് നമുക്ക് ജസ്റ്റ് നോക്കാം, ഇത് H2 ആണ് ഓൾറെഡി. സോ we don't need to anything to change. ഇതിപ്പോ എന്താണ്, what is Abraham Hicks of 1716 rule, okay, H2 ആണ്. The importance of the number H2 ആണ്. What is the effective approach, H2 ആണ്. How to do 365 manifestation techniques, H2 ആണ്. So how to do കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരണം. So let's add a question mark. Learn how to use 365 method in 5 easy steps, H2 ആണ്. ഇനി H2 യുടെ ഉള്ളിൽ വരുന്ന എപ്പോഴും H3 ആണ്. സോ ഡിസൈഡ് വൺ തിങ് യു വാണ്ട് ടു മാനിഫെസ്റ്റ്, H3 ആണ്. കറക്റ്റ്. ഇതിപ്പം കണ്ടന്റ് റൈറ്റർ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരും. H2 കഴിഞ്ഞിട്ട് എന്താ വരേണ്ടത്, H3 ആണ് വരേണ്ടത്. സ്റ്റെപ്പ് 2 എന്താണ്, H3 ആണ് വരേണ്ടത്. സ്റ്റെപ്പ് 3 എന്താണ്, H2 ആണ് വരേണ്ടത്. സ്റ്റെപ്പ് 4 എന്താണ്, H3 ആണ് വരേണ്ടത്. സ്റ്റെപ്പ് 5 എന്താണ്, H3 ആണ് വരേണ്ടത്. സോ നൗ അഗൈൻ ഇവിടെ വന്നിട്ട് നമ്മൾ ഡിസൈഡ് വൺ ഓഫ് ദ തിങ് യു വാണ്ട് ടു മാനിഫെസ്റ്റ്. സോ മെയിൻ കീവേഡ് മാത്രം നമ്മളൊന്ന് ക്യാപിറ്റൽ കൊടുക്കുക. സെലക്ട് ആൻ അഫർമേഷൻ, സേ യുവർ അഫർമേഷൻ. സോ ലെറ്റ്സ് സെലക്ട് എ ടൈം ഇൻ ദ മോർണിംഗ്. Write your positive affirmation 6 times in afternoon. Before going to bed, write your positive affirmation, capital A affirmation 9 times and make them strong. Important notes. പിന്നെ നമ്മൾ കുറച്ച് FAQs നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. We will add FAQs. So FAQs ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം റാങ്ക് മാത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ FAQ by റാങ്ക് മാത്തിന് പറഞ്ഞിട്ട് ഓപ്ഷൻ തന്നെ ഉണ്ട്. So I can add FAQs. So ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. Where can I download techniques? So where should I download 369 methods? So I will copy this. ആ കണ്ടന്റിനകത്തോട്ട് ഞാൻ ഈ സാധനം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ നോക്കും. So I'm adding this keyword extra. Where should I download 369 manifestation method? So ഇനിയിപ്പം you can download 369 to H2 നാത്ത് FAQ. So FAQs ഞാൻ സെക്ഷൻ ഇതിനകത്ത് കണ്ടന്റിനകത്തോട്ട് ആഡ് ചെയ്യും. So why I'm adding FAQ is 2 reasons. One, നമ്മളിപ്പോ ഗൂഗിളിനകത്തെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് FAQ ലിസ്റ്റിംഗ്സ് വരാറുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഒരു ലിസ്റ്റ് വരാറുണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ലിസ്റ്റിനകത്തോട്ട് കയറി പോകാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് ചെയ്യുന്നത്. പിന്നെ ഓൾ ദ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു manifestation. So like just for example ഞാൻ ഇവിടെ വരുവാണെങ്കിൽ I will come here. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഓക്കെ ഇവിടെ വരാം. സോ ഇവിടെ നമുക്ക് നോക്കാം
questions like ആളുകൾ എന്താണ് ചോദിക്കുന്നത്. So just question, what is 365 manifestation? What is 365 manifestation എന്ന് നോക്കുവാണെങ്കിൽ ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ വേറെയും കാണുന്നുണ്ട്. So if any questions is there, I can go and ആ ക്വസ്റ്റ്യന്റെ പുറത്ത് എനിക്ക് എന്താ ചെയ്യാം, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. So 369 manifestation. What is ഇതാണ്. ഇപ്പൊ people also ask question one, what is 369 manifestation method? So ഈ ക്വസ്റ്റ്യൻസിനെ ഞാൻ എന്താ ചെയ്യും, എന്റെ ആർട്ടിക്കലിനകത്ത് I will try to add this. So I will ഈ ക്വസ്റ്റ്യൻസും എന്റെ ആർട്ടിക്കലിനകത്ത് എന്റെ കണ്ടന്റിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. So let's add this FAQ. So one more FAQ. So add a new FAQ. So that is my next question. എന്താണ്, what is 369 manifestation method? So that is another question. ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? I will just go here. I will look how do you manifest someone think about your 369. ഇപ്പം ഇവിടെ ക്ലിക്ക് ചെയ്താൽ വേറെ ക്വസ്റ്റ്യൻസ് കാണുക. Manifesting is seen. What is the best manifestation method? So this is like another question. So I just wanted to include. ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തിനാണ്, ഈ ആൻസേഴ്സിനകത്ത് എന്റെ ആൻസേഴ്സ് കയറി വരാൻ വേണ്ടിയാണ് ഞാൻ ഇത് FAQs ആഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, എന്റെ കണ്ടന്റിനകത്ത് കുറച്ചും കൂടെ കീവേഡ്സിന്റെ ഒരു സ്ട്രെങ്ത് കൂടും. സോ അറ്റ്ലീസ്റ്റ് യൂസ് 3 FAQs in your article. മിനിമം 3 കണ്ടന്റ് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യാൻ നോക്കുക. Again, you can go to your keyword planner. Keyword planner നാത്ത് എന്തെങ്കിലും keywords ഉണ്ട് which you can try to include, like നമ്മൾ PDF നെ include ചെയ്ത പോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, അതും FAQs വഴി include ചെയ്യാൻ പറ്റും. So this is the FAQ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തത്. എനിക്ക് അതിന്റെ കണ്ടന്റ് കൂടി എഴുതണം. That I will do. Update. So ഇപ്പൊ ഞാനിപ്പോ എന്താ ചെയ്തത്, H2 H3 അപ്ഡേറ്റ് ചെയ്തതാണ്. H1 H2 H3 നമ്മൾ കംപ്ലീറ്റ് ആയി ഇതിനകത്തോട്ട് ആഡ് ചെയ്തത്. So now we can look നമ്മുടെ സെക്ഷൻ ഇവിടെ H2 നാത്ത് use subheading with the keywords. So എല്ലാത്തിനകത്തും keywords ഉണ്ട്. S2 S3 head tags are more important ആണ്. So H4 S5 S6 are less important ആണ് than section. So ഇനിയിപ്പോ H4 S5 S6 നാത്ത് നമുക്ക് ഒരു കോമൺ ആയിട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാം. So that's not a big deal. But ഈ മൂന്ന് സെക്ഷൻ H1 S2 S3 is need to be very focused on the keywords range ആണ്. So ഇപ്പൊ ഞാനിത് H1 S2 S3 4 ഒരു പ്രോപ്പർ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് ഇനി അപ്ഡേറ്റ് ചെയ്ത് ഇനിയിപ്പോ ഞാൻ എന്റെ പേജ് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ now you will see that എന്റെ ആർട്ടിക്കൽ പ്രോപ്പർ ആയിട്ട് ഒപ്റ്റിമൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ടേബിൾ ഓഫ് കണ്ടന്റ് ആണ്. ഇത് നമ്മൾ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. സോ ഐ വിൽ ഷോ യു ലൈക്ക് എങ്ങനെയാണ് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് നമുക്കിപ്പം വരും. ആ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ട് വരുന്നത്. ആൻഡ് പ്രോപ്പർ ആയിട്ട് H2 H3 കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് ഓരോന്നിന്റെ ഉള്ളിൽ ഓരോന്ന് വരുന്നത്. ഇപ്പം S2യുടെ ഉള്ളിൽ S3 വരുന്നത്, ഈ സെക്ഷൻ വരുന്നത് അതിന് വേണ്ടിയാണ്. സോ ദാറ്റ്സ് ദ സെക്ഷൻ. So FAQ സെക്ഷൻ നമുക്ക് ഇവിടെ കവർ ചെയ്യും.